ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ടീമിന്റെ ഹെഡായ മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനില. യെസ് സർ, ഇന്നലെ ഒരുപക്ഷെ സാറിന്റെ ഇല്ലാതിരുന്ന ദിവസമായിരുന്നു കൂടി വലിയ തോതിലൊരു അപ്സൈഡ് മൊമെന്റം നമുക്ക് കാണാമായിരുന്നു. ഒരു 900 പോയിന്റ്സിന്റെ ഒരു റാലി, ഒരു എക്സ്ട്രീംലി ഒരു ബുൾസിന്റെ ഒരു ആധിപത്യം കാണാമായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കുമ്പോഴേക്കും അതായത് ഒരു ബ്രീത്ത് എടുക്കണം എന്നത് മാർക്കറ്റിന് തന്നെ തോന്നിയെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നിലവിൽ കാണുന്നത്. 24,776 എന്നൊരു നിലയിൽ ഏകദേശം ഒരു 150 പോയിന്റ്സിന്റെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. ഒപ്പം തന്നെ സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും പൊതുവെ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് സ്റ്റിൽ പല മേഖലകളിലും ഇപ്പോഴും ബുൾസിന്റെ ഒരു ഡൊമിനൻസ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സുരേഷ് സാർ, ഇപ്പം വിപണിയെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല തരത്തിലുള്ള തലവേദനകളായിരുന്നു നിലനിന്നിരുന്നത്. ആദ്യത്തേത് ഇപ്പൊ ട്രംപിന്റെ ട്രേഡ് വാർ, പിന്നീട് ചൈന US ആയിട്ടുള്ള ട്രേഡ് വാർ, പിന്നീട് അതിനുശേഷം വരികയാണെങ്കിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷങ്ങൾ, അങ്ങനെ വലിയ തോതിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ട് വരികയായിരുന്നു. അതിനെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തിരശീല വീണ കണക്കായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ചില, അതായത് ഒരു തുടക്കം തന്നെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോവുകയാണ്, ചില അലിഗേഷൻസ് വരുന്നത്. അതായത് ഒരു പഹൽഗാം അറ്റാക്ക് അടക്കമുള്ളതിൽ ഒരു ചൈനയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള അലിഗേഷൻസ് വരുന്നുണ്ട്. പല റിപ്പോർട്ടേഴ്സും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പറിലെ റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനിൽ അത്തരത്തിലൊരു ചൈനയുടെ കൈകൾ അതിൽ പ്രവർത്തിച്ചിട്ട് തോന്നുന്നുണ്ടോ? അനില, സഡൻലി ദ വേൾഡ് ഹാസ് ബിക്കം എ ഗ്രേറ്റ് പ്ലേസ് ടു ലിവ് ഇൻ, അല്ലെ? ഒറ്റ ദിവസം കൊണ്ട് ലോകം എത്രയും മനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറയില്ലേ, അതായത് ലോകം എന്ന് വേൾഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ലെവലറാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ലാസ്റ്റ് ജാനുവരിയിൽ ട്രംപ് ചാർജ് എടുത്തപ്പോൾ മുതൽ, അത് ടാരിഫിന്റെ ഇഷ്യൂ വന്നത് മുതൽ ടാരിഫ് വയ്ക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അത് ബേസിക്കലി കോഷ്യസ് ഓപ്റ്റിമിസത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മാർക്കറ്റിൽ ബെയറിഷ് അല്ല, എന്നാൽ ഓവർ ഓപ്റ്റിമിസ്റ്റിക്കും അല്ല, വളരെ ലൈറ്റ് ആയിട്ട് പോവുക. അതായത് നിങ്ങൾ ലിവറേജ്ഡ് പൊസിഷൻസ് ക്യാരി ചെയ്യാതിരിക്കുക, ഒരുപാട് ട്രേഡിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് കടക്കാതിരിക്കുക, ലോൺ എടുത്ത് കടം മേടിച്ച പൈസ കൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മാർക്കറ്റിൽ പൊതുവേ തന്നെ നമ്മൾ ഒരു അപ്രോച്ച് എടുത്തിരിക്കുന്നതും നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഒക്കെ, അല്ലെ? അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് സിൽവർ ലൈൻസ് വന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ബോർഡർ ടെൻഷൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് ഏതാണ്ട് അടുപ്പിച്ച് വരുന്നു. അതായത് അതിന്റെ ഒരു എന്താ പറയുക, ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഫിക്സ് ചെയ്തു. ഈ മാസം അല്ലെ ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ ഇന്ത്യൻ ട്രേഡ് കോമേഴ്സ് ഡെലിഗേറ്റ്സ് US ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരും. ഇന്ത്യയും UK തമ്മിലുള്ള ഒരു FTA സൈൻ ചെയ്തു. UK-യും US-ഉം തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ട്രേഡിന്റെ നെഗോസിയേഷൻ നടന്നിരിക്കുന്നു. അതായത് അതിലും അപ്പുറമായിട്ട് UK-യും ചൈന അല്ല US-ഉം ചൈനീസും തമ്മിലുള്ള ട്രേഡ് ടാരിഫും ഏതാണ്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമ്മൾ നമ്മുടെ ഇതേപോലെ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞിരുന്നു, ചൈനയും US-ഉം തമ്മിൽ തീർച്ചയായിട്ടും ഒരു ധാരണയിൽ എത്തിയേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ US-ന് ചൈനീസ് പ്രോഡക്റ്റ് ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ചൈനീസ് എക്കണോമി എന്ന് പറയുന്നത് ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമിയാണ്. അവർ 100 രൂപ വാല്യൂ ഉള്ള ഒരു സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ 39% മാത്രമേ അവരുടെ ലോക്കൽ ഓൺ കൺസംഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 61% അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അതിലൊരു നല്ലൊരു വിഭാഗം തന്നെ അവർ US-ലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ US-ഉം ചൈനയും നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായി ഇൻഡിസ്പെൻസിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊരു ട്രൂസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നും നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു എന്നാണ്. എന്തായാലും എല്ലാ നല്ല കാര്യങ്ങളും നടന്നതിന് വളരെ നന്ദി, ദൈവത്തിനോട് നന്ദി. കാര്യം എല്ലാ ക്ലൗഡ്സും മറനീക്കി വന്നിരിക്കുന്നു. ഈ പറയുന്ന പോലെ ഇപ്പൊ അടുത്തൊരു ഇൻഫർമേഷൻ, ഗുഡ് ന്യൂസ് നമുക്ക് വരുന്നത്, മൺസൂൺ ഏതാണ്ട് കറക്റ്റ് സമയത്ത് ഏതായാലും മെയ് 27 കേരള കോസ്റ്റിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. +or-4 days എന്നുള്ള രീതിയിലാണ് ഒരു ഫോർകാസ്റ്റുകളൊക്കെ വരുന്നത്. ഗോൾഡ്മാൻ സാക്സ് എന്തൊക്കെ ഇത്രയും നാൾ പറഞ്ഞു അതൊക്കെ റിവേഴ്സ് ചെയ്തിരിക്കുന്നു. അതായത് റിസഷൻ ഫിയേഴ്സ് എന്ന് പറയുന്നത് അവർ
65 തൊട്ട് 70% വരെ ആയിരുന്നത് അവരിപ്പോ 35% കുറച്ചു എന്നുള്ളതാണ്. GDP ഗ്രോത്ത് അവർ എന്താ പറയാ വളരെ ഭേദപ്പെട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നു. റേറ്റ് കട്ട് ഡിസംബറോടുകൂടി വരും എന്ന് പറഞ്ഞു. നമ്മളൊരു ഭയങ്കര ഒരു സ്പെക്കുലേഷൻ എടുത്തിരുന്നു അനിൽ. അതായത് നമ്മൾ പറഞ്ഞു US ഒരിക്കലും റിസഷനിലേക്ക് പോവില്ല. ആഫ്റ്റർ ഓൾ ട്രംപ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാമറ അറ്റൻഷനും അല്ലെങ്കിൽ എപ്പോഴും ന്യൂസിൽ ഉണ്ടാവുന്ന ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തെ നമ്മൾ പഠിച്ചിടത്തോളം കാലം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലത്തിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ US ഒരു റിസഷനിലേക്ക് പോവാൻ ചാൻസ് ഇല്ല എന്ന് നമ്മളൊരു സ്പെക്കുലേഷൻ നടത്തിയിരുന്നു. ഇതൊരു വൈൽഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ഗസ് ആണ് കേട്ടോ. അതിനകത്ത് യാതൊരു രീതിയിലുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം നമ്മളൊന്നുമില്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് കൂട്ടിയ ഒരു കാരണങ്ങളാണ്. അത് കൂടാതെ തന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ US-ൽ തീർച്ചയായിട്ടും റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. ഇതാ ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് റേറ്റ് കട്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് FY26 നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എവറിത്തിങ് ഈസ് ടേണിംഗ് അറൌണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് പറയേണ്ട ഓരോരു കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഇന്നലെ മൺഡേ ഹാസ് ബീൻ എ വെരി ഫാബുലസ് ഡേ അല്ലെ. മൺഡേ ഞാൻ ശരിക്കും മിസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെ സ്റ്റോക്സും നല്ല പോർട്ട്ഫോളിയോ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഒരു പരിധി വരെ അത്രയ്ക്ക് മാത്രം ഷോർട്ട്സ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഈ ഷോർട്ട്സിൽ നിന്ന് അതായത് ഒരുപാട് ഷോർട്ട് ഉള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഒരുപാട് ഷോർട്ട് വരുമ്പോൾ പെട്ടെന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ആൾക്കാർ ഷോർട്ട് കവറിംഗിലേക്ക് പോകും. ആ ഷോർട്ട് അവർ അടിച്ചു വെച്ചിരിക്കുന്നില്ലേ, അവരുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള പെസിമിസത്തിൽ നിന്ന് മാറി അവർ ഓപ്റ്റിമിസത്തിലേക്ക് മാറില്ല. പക്ഷെ അവരുടെ പൊസിഷൻസ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു മാഡ് റഷ് ഉണ്ടാവും. അതിനാണ് ഷോർട്ട് കവറിംഗ് റാലി എന്ന് പറയുന്നത്. ആ ഒരു റിസ്ക് ഹെഡ് ചെയ്യാനായിട്ട്. കാര്യം അവർ നെഗറ്റീവ് ആയിരുന്നു മാർക്കറ്റിൽ, പെട്ടെന്ന് ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇമേർജ് ചെയ്തു എന്ന് മുകളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അവർ പെട്ടെന്ന് അവർ ഹെഡ്ജിങ് പൊസിഷൻസ് ഒക്കെ കട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഷോർട്ട് കവറിംഗ് റാലി എന്ന് പറയുന്നത്. ഷോർട്ട് കവറിംഗ് റാലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഓസമായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി വരാൻ പോണ ദിവസങ്ങളിൽ മെൻ വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ബോയ്സ്. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിന്റെ ടെക്സ്ചർ മാറി. അതായത് നമ്മൾ സെൽ ഓൺ റാലീസ് എന്ന് പറയുന്നതിന് മാറി ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് വരുന്നു. ആ സ്ട്രക്ചറൽ ആയിട്ടുള്ള ബുൾ മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ചിലപ്പോൾ ഇൻഡെക്സ് ലെവലിൽ വലിയൊരു മൂവ്മെന്റ് ഒന്നും നടന്നില്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ല ന്യൂസുകളോ നല്ല എഫിഷ്യൻസി ഉള്ള പെർഫോമൻസോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റോക്ക് റീറേറ്റ് ചെയ്ത് വരാം. പക്ഷേ നേരത്തെ 2020 റാലി തൊട്ട് 24 വരെയുള്ള പോലെ ഇൻഡെക്സിൽ ഏത് സ്റ്റോക്ക് മേടിച്ചാലും കയറും എന്നുള്ള ഒരു സവിശേഷത മിക്കവാറും ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. ഇനി ഒരു സെലക്റ്റീവ് സ്റ്റോക്ക് പിക്കിംഗ് ആയിരിക്കും, ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗിനായിരിക്കും ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ബട്ട് അനില, ഞാൻ അതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയുന്നു. അതായത് നമ്മളിപ്പോൾ ടാരിഫിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയല്ലോ. ഈ ടാരിഫിനെ കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മൾ ചിലപ്പോൾ UK ഡിസ്കഷൻ തുടങ്ങി, ജപ്പാൻ ഡിസ്കഷൻ തുടങ്ങി, സൗത്ത് കൊറിയ ഡിസ്കഷൻ തുടങ്ങി, ഇന്ത്യ ഡെലിഗേറ്റ്സിന് ഒരു വാർ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യ നെഗോഷിയേറ്റ്. അതായത് നമ്മളൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അല്ലെ. ഈ പറയുന്ന കൺട്രികളൊക്കെ നെഗോസിയേഷൻസിന് വേണ്ടി എന്താ പറയുക, രാജ്യത്തുള്ള പല കോർപ്പറേറ്റിനെയും വിളിച്ച് പല സെക്ടർ എക്സ്പേർട്സിനെയും വിളിച്ച് നമ്മൾ നോൺ ടാരിഫ് ബാരിയേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. എങ്ങനെയൊക്കെ കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് എന്നുള്ള കാര്യം US-ന് ബെനിഫിഷ്യൽ ആയിട്ട് കൊടുക്കാം, നമ്മുടെ പ്രോഡക്ട്സിനെ എങ്ങനെ US-ൽ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് അവരവരുടെ ഹോംവർക്ക് ഭംഗിയായി ചെയ്ത് തന്ന റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളെല്ലാം മനസ്സിലാക്കി US-ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് അവർക്ക് ഇതേപോലെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ആ ട്രേഡ് ഡെഫിസിറ്റ് അവരാണ് ലോകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫണ്ട് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു മദർ കൺട്രിക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാജ്യങ്ങളാണ് നമ്മളും UK-യും ഈ പറയുന്ന പോലെ സൗത്ത് കൊറിയയും ജപ്പാനും ഒക്കെ. അത് ആ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുവന്ന് ആ ഫ്രെയിംവർക്കിലും ആ ഇമോഷൻസിലും നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തത്. ഇപ്പൊ എന്താ, നല്ല സ്റ്റുഡൻസ് ആയിട്ടുള്ള നമുക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ട് വെറും ഒരു മസിൽ തമ്പിങ് മാത്രം ചെയ്ത ഒരു ചൈനയ്ക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാ ബെനിഫിറ്റും കൊടുത്തു എന്നുള്ള ഇതാണ് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. അതായത് വേറെ ഒന്നുമില്ലായിരുന്നു. അതായത് ട്രംപ് ആദ്യം പറഞ്ഞത് എന്താ, റിട്ടാലിയേറ്ററി ടാരിഫ് വയ്ക്കുന്ന ഒരു രാജ്യങ്ങളോടും ഞങ്ങൾ ഇനി ബന്ധം വയ്ക്കില്ല. റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയ ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയയൊക്കെ ഇപ്പൊ ആരായി? റിട്ടാലിയേറ്ററി ടാരിഫ് അമേരിക്കൻ പ്രോഡക്ട്സിന് അവരുടെ രാജ്യമായ ചൈനയ്ക്കുള്ള ഇമ്പോർട്ടിൽ അവർ റിട്ടാലിയേറ്ററി ടാരിഫായിട്ട് 125% അങ്ങോട്ട് വെച്ചു തന്നു. ആ കൺട്രി ആയിട്ട് പൊടും തന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. ഇപ്പൊ 90 ഡേയ്സിലേക്ക് വിത്ത് എഫക്റ്റീവ് ഫ്രം May 14th അല്ലെ, ചൈനീസ് പ്രോഡക്ട്സിന് 30% ടാരിഫ് ഇൻ US-ഉം US പ്രോഡക്ട്സിന് ചൈനയിലേക്ക് 10% ആയിട്ട് മാറി. അപ്പൊ മറ്റുള്ളവരൊക്കെ മണ്ടന്മാരായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ഡീലിന്റെ സവിശേഷത. ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് അതിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞു എന്ന് മാത്രം, അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ കിടന്ന് കരയാനും വിളിക്കാനും മാത്രമേ പറ്റുള്ളൂ. വേൾഡ് വിൽ മൂവ് ഓൺ ഇറ്റ്സ് ഓൺ ഫീറ്റ് എന്നുള്ളത് നമുക്ക് വീണ്ടും മനസ്സിലായി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഓഫ് കോഴ്സ് നമ്മളും നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള പാകിസ്ഥാനായിട്ടുള്ള ആ ഒരു ടെമ്പററി ട്രൂസ്, ഇപ്പൊ ഇന്നലെ പ്രൈം മിനിസ്റ്ററും കൂടെ സ്പീച്ച് വരുമ്പോൾ അവർ ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസം വിൽ കണ്ടിന്യൂ.
ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്യുന്നു. അത് മാത്രമല്ല ആ ഇൻഡസ് വാട്ടർ ട്രീറ്റിക്ക് ഒരു അടി പോലും നമ്മൾ പുറകിലോട്ട് പോയില്ല. അത് മാത്രമല്ല വലിയൊരു സ്റ്റേറ്റഡ് പൊസിഷൻ ഇന്ത്യ ചെയ്യുകയും ചെയ്തു. അതായത് ഇനി പാകിസ്ഥാനായിട്ട് സംസാരിക്കുന്നെങ്കിൽ ട്രേഡും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. ഇനി ഈ പറയുന്ന പോലെ ടെററിസം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരും ആണെന്നുള്ള വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൈം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള വലിയ കാര്യം. എന്തായാലും ഈ സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത നമ്മുടെ ഇന്ത്യൻ ആർമിയോട് എല്ലാ കടപ്പാടുകളും നമ്മൾ പറയുന്നു. അതൊരു വലിയൊരു വാലിന്റ് എഫേർട്ട്. അപ്പൊ നമ്മുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ള മാത്രമല്ല, നമ്മുടെ പ്രൈഡും കൂടെ റിസ്റ്റോർ ചെയ്യാനായിട്ട് ആർമി ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ മൈഫിൻ ടിവിയുടെ നമ്മുടെ ടോട്ടൽ എഡിറ്റോറിയൽ ഡെസ്കിന്റെ വകയായി തന്നെ ഇത് കണക്കാക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നറിയോ, അതായത് നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം തോറും ഒരു പ്രോസസ്സ് ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ടുണ്ട്. അതായത് അവർക്ക് കിട്ടുന്ന സർപ്ലസ് അവര് ഗവൺമെന്റിലേക്ക് കൊടുക്കും. ആ സർപ്ലസ് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ കിട്ടുന്നു? ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്നതിൽ, അതായത് 83.50 പൈസ 84 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ഡോളേഴ്സ് 85, 87 ഒക്കെ വിൽക്കുമ്പോൾ അവർക്കൊരു ഫോറക്സ് ട്രേഡിൽ ഒരു ഗെയിൻ കിട്ടാറുണ്ട്. ആ ഗെയിനും മറ്റുള്ള പ്രൊവിഷൻസും അവരുടെ ബാഡ് ഡെപ്റ്റിനുള്ള പ്രൊവിഷൻസും ഒക്കെ മാറ്റിവെച്ച് എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സിനുള്ള പൈസയും മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവരുണ്ടാക്കിയ പ്രോഫിറ്റുകൾ, അതായത് അവർ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടാറുണ്ട്. അതായത് ഫോറിൻ ആൻഡ് ഡോളർ ഡിനോമിനേറ്റഡ് സെക്യൂരിറ്റീസിൽ നിന്ന് പൈസ കിട്ടാറുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിൽ നിന്ന് പൈസ കിട്ടാറുണ്ട്. ഇതെല്ലാം കിട്ടിയ റവന്യൂ ബാക്കി എല്ലാ എക്സ്പെൻസും ബാഡ് ഡെപ്സും പ്രൊവിഷൻസും എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സർപ്ലസ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രക്രിയ എല്ലാ കൊല്ലവും നടക്കാറുണ്ട്. സാധാരണ എനിക്ക് തോന്നുന്നു FY18, അതായത് 2018 ഏതാണ്ട് 50,000 കോടിയാണ് RBI ട്രാൻസ്ഫർ ചെയ്തത്. കഴിഞ്ഞ കൊല്ലം FY24 എനിക്ക് തോന്നുന്നു 2,10,000 കോടി 2,10,000 കോടിയാണ് RBI സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്രാവശ്യം പറയുന്ന ഒരു എസ്റ്റിമേറ്റ് 2.2 lakh crore to 3 lakh crore അല്ലെങ്കിൽ 3.1 lakh crore, അതായത് 2.2 ലക്ഷം കോടി മുതൽ 3.1 lakh crore വരെയുള്ള ഒരു പൈസ RBI ട്രാൻസ്ഫർ ചെയ്യാൻ RBI ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം ആലോചിക്കുക, അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം $1 billion, അതായത് 85,000 കോടിക്ക് വേണ്ടി IMFിന്റെ അടുത്ത് കരയുന്നു എന്നുള്ള. RBI നമുക്ക് തരുന്ന കാശും IMFിന്റെ അടുത്ത് പാകിസ്ഥാൻ പ്ലീഡ് ചെയ്യുന്ന എമൗണ്ട് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഏതായാലും 2.5 തൊട്ട് 2.75 ലക്ഷം കോടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് RBIയുടെ എന്നത് നമുക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് തന്നെ പറയാം. 2.5 lakh crore ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയാം. അത് ഒരു സൈഡിൽ നിലനിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ IMFിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 8,500 crores ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളെ വെല്ലുവിളിച്ചത് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടിരിക്കുന്നു. അനില, ഞാൻ പറയുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. അതായത് ഞാൻ ഈ വീക്കെൻഡ്, അതായത് ഈ പറയുന്ന വെള്ളി, ശനി, ഞായറൊക്കെ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട്. ഇന്ത്യൻ മൂവിയാണ്. അത് നെറ്റ്ഫ്ലിക്സിൽ പ്ലാറ്റ്ഫോമിലുണ്ട്. പറ്റുമെങ്കിൽ പ്രേക്ഷകർ ഇത് കാണും. അതെന്ന് വെച്ചാൽ ഉസ്മ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഉസ്മ അഹമ്മദ് അമീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പാകിസ്ഥാനി ചെറുപ്പക്കാരനുമായിട്ട് പാകിസ്ഥാനിൽ വെച്ച് ഒരു പ്രേമത്തിൽ ഏർപ്പെടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസനായ ഉസ്മ അഹമ്മദ് വാഗാ ബോർഡർ വഴി ആ അമീറിനെയും തേടി പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്നുള്ള അതാണ് അതിനകത്തുള്ളൊരു കഥ വരുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കുമാണ് റിയൽ സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. ഈ വ്യക്തിക്ക് അവിടെ ഒരുപാട് ഭാര്യമാരും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്ന്, പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുവന്ന് ഏതാണ്ട് സെക്ഷുവൽ ട്രേഡിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കാണുന്നതെന്നുള്ള. അതിൽ ഈ കുട്ടിയും ഉസ്മ അഹമ്മദും പെട്ടുപോയി എന്നുള്ളത് വാസ്തവമാണ്. ഇത് ഞാൻ ഡിപ്ലോമാറ്റിന്റെ കഥയാണ് പറയുമെങ്കിലും ഇറ്റ് ഈസ് എ റിയൽ ഇൻസിഡന്റ്, ദാറ്റ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി ദാറ്റ് ഹാപ്പൺ. ആ കുട്ടിയെ അവിടെ ഒരുപാട് ഉപദ്രവിക്കുകയും അതുമാത്രമല്ല അതിൻ്റെ ടാക്ടിക്കലായിട്ട് അത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ കസിൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ, അതായത് നമ്മുടെ ജാതിയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഭാര്യ വീട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് സാധാരണ അങ്ങനെ ഒരു കസ്റ്റമുണ്ട്, ഇന്ത്യയിൽ നിന്ന് വരന് വേണ്ടിയിട്ട്, അതായത് പുയ്യാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഒരു പൈസ കൊടുക്കും. ഏതാണ്ട് 10 ലക്ഷം രൂപ വരെ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്ത്യൻ എംബസി വരെ ചെയ്യാം എന്ന് പറഞ്ഞ് അമീറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഉസ്മ അഹമ്മദ് എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യൻ എംബസിയിലേക്ക് പോവുകയും അവിടെ അഭയം തേടുകയും അവിടെ ആ ഉസ്മ അഹമ്മദ് അവരുടെ വിഷമം പറയുകയും കൂടെ ചെയ്യുമ്പോൾ അവിടെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷനായ ഒരു JP എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ എന്താ പറയുക
ആ ഹെൽപ്പ് ചെയ്തിട്ട്, ജോൺ എബ്രഹാം ആണ് ഈ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ള ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയും ടാക്ടിക്കലായിട്ടുള്ള ഇന്റർവെൻഷനും കാരണം സുപ്രീം കോടതി വഴി ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാനായിട്ട് ഒരു വഴി ഒരുക്കി കൊടുക്കുകയും കൂടെ ചെയ്യുന്ന കഥയാണ് ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ, എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിരുന്ന മരിച്ചുപോയ എന്നും പ്രിയങ്കരിയായ സുഷമ സ്വരാജിന്റെ ഇൻവോൾവ്മെന്റ് ആ ഓരോ മൂവ്മെന്റിലും, അതായത് ഇന്ത്യൻ എംബസി ഉസ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ മൂവ്മെന്റിലും അതിൽ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കുട്ടിയെ തിരിച്ചു വരാനായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എക്സ്റ്റേണൽ അഫയേഴ്സ് എടുത്ത പെയിനും നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് ആ കുട്ടി വാഗാ ബോർഡറിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് കയറുന്ന സീനിൽ ആ നിലത്ത് തൊട്ട് അതൊന്ന് തൊഴുതുന്ന സീൻ കണ്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുള്ള. അതിനുശേഷം ആ കുട്ടിയെ ഡൽഹിയിൽ റിസീവ് ചെയ്യാൻ നേരത്ത് സുഷമ സ്വരാജ് മീറ്റ് ചെയ്യും, കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന സീനുണ്ട്. ഇതാണ് നമ്മൾ ഓരോ ഇന്ത്യൻ സിറ്റിസനും കൊടുക്കുന്ന ഒരു വില എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രാഷ്ട്രത്തെ വെല്ലുവിളിക്കാൻ ഒരിക്കലും മറ്റുള്ള നെയ്ബറിംഗ് കൺട്രീസ് ആയില്ല. സെക്യുലറിസം എന്നും നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ കാലം മുതൽ തന്നെ നമ്മൾ അപ്ഹോൾഡ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഇന്റർനാഷണൽ പ്രോഡക്ട്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ആർമിക്ക് ചെയ്തിരിക്കുന്ന ആ ബ്രേവറിയും കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്തോണ്ട് ഒരു ജയ് ഹിന്ദ് ആൻഡ് സല്യൂട്ട് ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുന്നു. സർ, ഏതായാലും ഇപ്പം നേരത്തെ സാർ ഇപ്പം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കോർപ്പറേറ്റ് റിസൾട്ട്സ് ഒക്കെ വലിയ തോതിൽ പല തരത്തിൽ ഓഹരി വിപണിയെയും സ്വാധീനിക്കാറുണ്ട് എന്നിപ്പോൾ പല കമ്പനികളുടെയും റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പ്രധാനമായിട്ടും താങ്കളുടെ ഫോക്കസിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും കോർപ്പറേറ്റ് റിസൾട്ട്സ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സ് പ്രോഗ്രാമിൽ നമ്മളൊരു സ്റ്റോക്ക് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് കാലഘട്ടം ആയതുകൊണ്ട്, റിസൾട്ടിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് നമ്മൾ പല കമ്പനികളുടെയും, എല്ലാ കമ്പനികളുടെയും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനികളുടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മൈഫിൻ എഡിറ്റോറിയൽ ഡെസ്കിന്റെ ഒരു മാൻഡേറ്റ് എന്ന് വെച്ചാൽ വരുന്ന ആയിരക്കണക്കിന് ന്യൂസുകളിൽ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ആവശ്യമുള്ള ഒരു 4 or 5 മാത്രം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ എഡിറ്റോറിയൽ ഡെസ്ക് പോളിസി എന്ന് പറഞ്ഞാൽ. അത് പ്രകാരം നമ്മുടെ സ്റ്റോക്ക് ഇൻ ന്യൂസ് ആയിട്ട് ഇന്ന് വരുന്ന LTI മൈൻട്രി ആണ്. ഈ LTI മൈൻട്രി ഞാൻ പറയാൻ കാര്യം വേറെ ഒന്നുമല്ല, അത് ഏതാണ്ട് USD 450 million, അതായത് 4000 തൊട്ട് 5000 കോടി ഇന്ത്യൻ റുപ്പി വില മതിക്കുന്ന ഒരു ഡീല് കിട്ടിയെന്നാണ്. അതൊരു ആഗ്രി ബിസിനസ് കമ്പനി എന്നാണ് ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് അവർക്ക് കിട്ടിയത്. അവരുടെ ചരിത്രത്തിൽ, അതായത് എന്ന് മുതലാണോ L&T ഇൻഫോടെക്കും മൈൻട്രിയും തമ്മിൽ മെർജ് ചെയ്തോ അതിനുശേഷം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഡീലാണ് എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ട്രംപിന്റെ ഈ US-ഉം ചൈനയും തമ്മിലുള്ള ടാരിഫിന്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ ഇന്നലെയും മിനിങ്ങാന്നുമാണ് കേട്ടു തുടങ്ങിയത് അല്ലെ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ത്യയും US-ഉമായിട്ടുള്ള ട്രേഡ് ടാരിഫ് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ നമ്മൾ പൊതുവേ പറഞ്ഞത് US റിസഷനിലേക്ക് പോകുമെന്നും റിസഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് US കമ്പനീസ് കുറയുമെന്നും അത് നമ്മുടെ സ്റ്റോക്കുകൾക്ക്, അതായത് IT സ്റ്റോക്കുകൾക്ക് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ബട്ട് ആ സമയങ്ങളിലൊക്കെ ഏതായാലും ഇന്നലെ അവർ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടന്ന ഡിസ്കഷൻ ഒന്നുമല്ലോ. ആഴ്ച തോറും നടന്ന ഡിസ്കഷനിലായിരിക്കാം ഇന്നൊരു പര്യവസാനം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് ഈസ് വെരി മച്ച് അലൈവ് എന്നുള്ളത് LTI മൈൻട്രിയുടെ ആ ഒരു ഓർഡർ ബാഗ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളും നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ IT സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അത്രയ്ക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ദിസ് കുഡ് ബി എ ഫെന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ടാരിഫിൽ ബാക്കി എല്ലാവരും ചൈന +1 സ്ട്രാറ്റജിയിലേക്ക് പോയപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്ക് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് IT സ്റ്റോക്കിന്റെ ഒരു തിരിച്ചുവരവ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടാനിയാണ് വേറെ സ്റ്റോക്ക് ഇൻ ന്യൂസ്. ആ ബ്രിട്ടാനിയുടെ വരുൺ ബെറി, ഇപ്പോഴത്തെ CEO, മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. ഇപ്പോഴത്തെ CEOന്റെ ചാർജും കൂടെ അദ്ദേഹം ഏറ്റെടുത്തേക്കാണ്. CEO അവർ പുതിയൊരു CEO ഫൈൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു കമന്ററി, അതായത് തിരിച്ച് റിക്കവറി കാണുന്നു എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ടല്ലോ. അതായത് ഇനി വരാൻ പോണ ഇൻകം ടാക്സ് കട്ടും ഈ പറയാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഒക്കെ ഒരു കൺസംഷൻ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ അത് ബ്രിട്ടാനിയ അത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മളുടെ റിസർച്ച് ഡെസ്ക് എടുത്തു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം Q1 FY26, അതായത് ഈ ക്വാർട്ടറിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടറിൽ അവരൊരു പ്രൈസ് ഇൻക്രീസും കൂടെ ചെയ്യുന്നു എന്നല്ല. അതായത് റോ മെറ്റീരിയൽ, അതായത് നോക്കൂ, ഇതാണ് ഒരു ബിസിനസിന്റെ, ഇതിനെ മാറ്റിയിട്ടാണ് സൊമാറ്റോ കയറിയത് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം. അതായത് ബ്രിട്ടാനിയ ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയുടെ പ്രൈസിംഗ് പവർ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസിംഗ് പവർ ഉള്ള കമ്പനീസ്, അതായത് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ? നമ്മുടെ റോ മെറ്റീരിയൽ പ്രൈസ് വില കൂടുന്നു. നമ്മുടെ റോ മെറ്റീരിയൽ പ്രൈസ് വില കൂടുമ്പോൾ നമുക്ക് എൻഡ് പ്രോഡക്റ്റിന് വില കൂടാൻ പറ്റത്തില്ല. കാര്യം വില കൂട്ടിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ചിലപ്പോൾ മേടിക്കില്ല. ഒരു പരിധി കൂടുതൽ വില കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഓപ്ഷൻസിലേക്ക് പോകും. കോമ്പറ്റീഷൻസ് പ്രത്യേകമുണ്ട്. കുറച്ച്, അതായത് ചുരുക്കം കമ്പനികൾക്ക് മാത്രമേ ആ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് എൻഡ് പ്രോഡക്റ്റിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും പ്രൈസിംഗ് പവർ,
ആ പ്രൈസിംഗ് പവർ കൊണ്ടുവന്ന് എൻ പ്രോഡക്റ്റിന് വില കൂട്ടി വീണ്ടും കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ കഴിവുള്ള കുറച്ച് കമ്പനീസേ ഉള്ളൂ. അതിനെയാണ് പ്രൈസിംഗ് പവർ ഉള്ള കമ്പനീസ് അല്ലെങ്കിൽ മോട്ട് ഉള്ള കമ്പനീസ്. വാറൻ ബഫയുടെ വാക്കി പറയുന്നത് മോട്ട്, MOAT, ബാരിയർ ഓഫ് എൻട്രി ക്രിയേറ്റ് ചെയ്ത സ്ട്രോങ് പ്രൈസിംഗ് പവർ ഉള്ള കമ്പനീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടാനിയ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മെറ്റൽ സ്ട്രക്ചർ ഈ ടാരിഫിന്റെ ഇടയിൽ പെട്ടുപോയതാണ്. ടാറ്റ സ്റ്റീൽ ഒരു ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് റിസൾട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ടാറ്റ സ്റ്റീലിന് വളരെ നന്നായിട്ടുള്ള കാര്യം. ഞാൻ മെറ്റൽ സെക്ടർ ഒന്നുകൂടി പറയുമ്പോൾ നോവേലിസ്, അതായത് ഹിൻഡാൽകോന്റെ സബ്സിഡറി ആയ നോവേലിസ്, ആ നോവേലിസിന്റെ റിസൾട്ടും ഈ പറഞ്ഞ പോലെ ആസ് എക്സ്പെക്ടഡ് ആണെന്നുള്ളത് മെറ്റൽ കമ്പനീസിന് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്, PVR INOX എന്ന് പറയുന്നത്. PVR INOX നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവന്ന സ്റ്റോക്ക് ആയിരുന്നു. അതിന്റെയും ആസ് എക്സ്പെക്ടഡ് റിസൾട്ട് തന്നെ വന്നു. പക്ഷെ റിസൾട്ടിൽ വലിയ പ്രത്യേകത ഒന്നും പറയാനില്ല. പക്ഷെ ആ റിസൾട്ട് കണ്ടാൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് കമന്ററി വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് ദ വേഴ്സ്റ്റ് ഈസ് ബിഹൈൻഡ് അസ് എന്നുള്ളതാണ്. ആൻഡ് ദേ ആർ ബ്രേസിംഗ് ഫോർ എ ന്യൂ റിലീസസ്. അതായത് ബോളിവുഡ് വളരെ കുറവായിരുന്നു ഈ 2024-25 ഈ ഫിനാൻഷ്യൽ ഇയർ. അതെ. അപ്പം റീജിയണലായിരുന്നു. അപ്പൊ റീജിയണലായിട്ട് വലിയ മൂവീസ് ഒന്നും വന്നില്ല. ഇപ്പം 2025 ഫിനാൻഷ്യൽ ഇയർ 2025-26 തുടങ്ങിയോടുകൂടി നമുക്കറിയാം മലയാളത്തിൽ നിന്ന് തന്നെ 2 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഉണ്ട്. എമ്പുരാനുണ്ട്, അല്ലെങ്കിൽ തുടരുമുണ്ട്. ഇനി ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിളിന്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട്. ബ്രാഡ് പിറ്റിന്റെ ഫോർമുല 1 വരുന്നുണ്ട്. ജാക്കി ചാന്റെ കരാട്ടെ കിഡ് വരുന്നുണ്ട്. ഇതൊക്കെ ബോക്സ് ഓഫീസ് ഡ്രൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്ന് പറയുന്നു. അതുകൊണ്ട് ആ PVR ഒന്ന് വാച്ച് ചെയ്യാന്നുള്ള. പിന്നെ എയർലൈൻ സ്റ്റോക്സ് നമ്മളൊരു കോഷ്യസ് സ്റ്റാൻഡ് പറഞ്ഞിരുന്നു. കാര്യം രണ്ട് കൺട്രീസിന്റെയും, ഇന്ത്യയുടെയും പാകിസ്ഥാനും എയർ സ്പേസ് ക്ലോസ് ചെയ്തെന്ന് മാത്രമല്ല പല എയർപോർട്ട്സും ക്ലോസ് ചെയ്തിട്ടിരുന്നു എന്നുള്ളത്. അപ്പൊ സ്റ്റാൻഡ് ഓഫ് കൂടുതൽ പോയിരുന്നെങ്കിൽ എയർലൈൻസിന് അത് നെഗറ്റീവായിട്ട് വരുമെന്നായിരുന്നു. ബട്ട് ആ ക്ലൗഡ് ഒക്കെ നീങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഏതാണ്ട് എയർപോർട്ടുകൾ തിരിച്ചു തുടങ്ങി. അപ്പോൾ ഏതാണ്ട് എയർലൈൻ സ്റ്റോക്സിന് വളരെ നന്നായിട്ട് ഭവിച്ചേക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാർമ സ്റ്റോക്സ് ആണ്. അത് ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ്. അതായത് ട്രംപ് അവിടെ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളായിട്ട് അവരുടെ ഡ്രഗ് പ്രൈസസിനെ അലൈൻ ചെയ്യാൻ പോകുന്നു. അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് വില കുറവാണ്. അതായത് ഈ ഫാർമ ഇൻഡസ്ട്രിയിലെ വേൾഡ് വൈഡിലെ 75% പ്രോഫിറ്റും ഏതാണ്ട് US ആണ് വഹിക്കുന്നത്. എന്നാൽ അവർക്ക് ഗ്ലോബൽ പോപ്പുലേഷന്റെ 5% താഴെയുള്ളൂ. അതായത് അമേരിക്ക ഏതാണ്ട് ഫോറിൻ ഡിസ്കൗണ്ട്സിനെയൊക്കെ സബ്സിഡൈസ് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കയുടെ ആ ഒരു ഫാർമയുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവർ ഇൻഫ്ലേറ്റഡ് ആയിട്ട് പ്രൈസ് വച്ചു വെക്കുകയാണ് അവരുടെ മാർക്കറ്റിൽ. അപ്പൊ US ഡക്ക് പ്രൈസസ് മറ്റുള്ള രാജ്യങ്ങളെ OECD കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ 3 times ഹയർ ആയിട്ടാണ് ഈ പ്രക്രിയയിൽ വച്ചിരിക്കുന്നത്. ഇപ്പൊ ട്രംപ് വന്നിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്യാണ്. അതായത് ആ ഗ്യാപ്പ് ഡിഫറൻഷ്യൽ ഞങ്ങൾ കുറയ്ക്കുകയാണ്. അത് മാത്രമല്ല പേഷ്യൻസ് ഇനി ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഫ്രണ്ട്ലി നേഷൻസിൽ ആരാണോ ഏറ്റവും കുറവ് പ്രൈസ് ഓഫർ ചെയ്യണേ അവിടുന്ന് മേടിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ട്രംപിന്റെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു ട്രൂത്തിനകത്ത് പറഞ്ഞിരുന്നത് 30 to 80% വരെയും കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണേ. ഇപ്പൊ ഇന്നലെ US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഫൈസർ, Eli Lilly അല്ലെങ്കിൽ സനോഫി, നോവാർട്ടിസ് ഒക്കെ വലിയ പെർഫോമൻസ് ആണ്. നമ്മുടെ റിസർച്ച് ഡിസ്ക് ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഇതൊരു ജനറിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അതൊരു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് അതിന്ന് ബെറ്റർ ആയിട്ട് മാറിയേക്കാം എന്നാണ്. അതായത് അവർ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഈ പേറ്റന്റ് ഡ്രഗ്സ് ആണ്. പേറ്റന്റിൽ നിൽക്കുന്ന ഡ്രഗ്സ് ആണ്. പേറ്റന്റിന്റെ കാലഘട്ടം കഴിഞ്ഞാണ് ജനറിക് ഡ്രഗ്സിലേക്ക് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന് കൂടുതൽ ഇമ്പാക്ട് വരുന്നത്. അതിനിപ്പോ വലിയ മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഇല്ല. എന്നാൽ തന്നെയും ആ സെക്ടറിൽ വലിയൊരു ബൈയിങ് വരണം. പോസിറ്റീവ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വലിയ ന്യൂട്രൽ ഇമ്പാക്ട് ആണെങ്കിൽ പോലും വലിയൊരു ബൈയിങ് സെക്ടറിന് വരണമെന്നില്ല. കാര്യം ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ടാരിഫിൽ ഫാർമ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു അൺസർട്ടനിറ്റി ചിലപ്പോൾ ഫാർമയിൽ തുടങ്ങിയേക്കാം. പിന്നെ ഞാനൊന്ന് പറഞ്ഞു പോകേണ്ടത് ഈ പറഞ്ഞ പോലെ ഹാപ്പിയസ്റ്റ് മൈൻഡ് വേണ്ട രീതിയിൽ, ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്നുള്ള മിഡ് ക്യാപ് IT കമ്പനി വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ടുവന്നില്ല. ഏഷ്യൻ പെയിന്റ്സ് അതിന്റെ ഇത്രയും നല്ല ക്വാളിറ്റി സ്റ്റോക്ക്, നമ്മൾ ഈ ബ്ലൂവസ്റ്റ് ഓഫ് ദ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇപ്പോഴും ബ്ലീഡ് ചെയ്യുന്നു, മാർക്കറ്റ് ഷെയർ ലൂസ് ചെയ്യുന്നു. ബിർള, ഓപ്പസും മറ്റുള്ളവരും ഒക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ ആ കോമ്പറ്റീഷനിലേക്ക് കൂടുന്നു എന്നുള്ളത് അതിന് വലിയ നെഗറ്റീവായിട്ട് തന്നെ പറയുന്നു. റിസൾട്ട് വലിയതായിട്ട് കൊണ്ടുവന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റോക്ക് ഇൻ ന്യൂസ് ആയിട്ട് നമുക്ക് പറയാനുള്ള, ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. സർ, എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ആരംഭിച്ചൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലത്തെ മാർക്കറ്റിന്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോയി നോക്കാം. മാർക്കറ്റിന്റെ അപ്ഡേറ്റുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് അനില. സഫാൻ, നിലവിൽ വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നേട്ടമെല്ലാം ഒരു പരിധി വരെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും 24,700 എന്നൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 200 പോയിന്റ്സിന്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 300 പോയിന്റ്സിന്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇപ്പോഴും പല സെക്ടേഴ്സിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ PSU ബാങ്ക് അതിന് ഉദാഹരണമാണ്. 1.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഫാർമ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സ്? ഒപ്പം തന്നെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? യെസ് അനില, മാർക്കറ്റിൽ ഇന്ന് ഇടിവാണെങ്കിൽ പോലും ഒട്ടുമിക്ക സ്റ്റോക്കുകളെല്ലാം പ്രോപ്പറായി ഫോളോ ത്രൂ ക്യാൻഡിൽ, അതായത് ബ്രേക്ക്ഔട്ടിന് ശേഷം ഫോളോ ത്രൂ ക്യാൻഡിൽ പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട്. നിഫ്റ്റിയിൽ 0.84% ഇടിവും, അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 0.62% ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. നിഫ്റ്റിയിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 13 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയി 37 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 7 സ്റ്റോക്കുകൾ അഡ്വാൻസും അതുപോലെ 5 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയുടെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവലിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 25,434 എന്ന ഷോർട്ട് ടേം ടാർഗറ്റ് നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 3.71% മുന്നേറ്റവും ഭാരത് ഇലക്ട്രോണിക്സ് 3.8% മുന്നേറ്റവും ഈ മണിക്കൂർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽ, സൺഫാർമ എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസേഴ്സിൽ പവർ ഗ്രിഡ് 1.8% ഇടിവും ഇൻഫോസിസ് 2.4% ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അതുപോലെ HCL ടെക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ 2.8% മുന്നേറ്റവും കനറ ബാങ്ക് 3% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസേഴ്സിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1.72% ഇടിവും, അതുപോലെ ICC ബാങ്ക്, HDFC ബാങ്ക് എന്നിവരെല്ലാം 1% ഇടിവ് രേഖപ്പെടുത്തുന്നു. അതുപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയിൽ നേരിയ തോതിലുള്ള ഇടിവാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ 55,600 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ. ഈ മണിക്കൂറിൽ സെക്ടോറൽ ഇൻഡീസസിൽ ഫാർമ, PSU ബാങ്ക്, അതുപോലെ മീഡിയ, എനർജി എന്നിവയിലെല്ലാം പോസിറ്റീവ് മൂവ്മെന്റും മറ്റു സെക്ടേഴ്സിൽ ഒരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് IT സെക്ടറിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ജനുവരി മുതൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് IT സെക്ടർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ IT സെക്ടറിൽ ഒരു 6% മൊമെന്റം ബസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കറന്റ് ഡേ 1% ഇടിവിലാണെങ്കിലും ഈ ഒരു സെക്ടർ വീക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്ട്രോങ് സപ്പോർട്ടായി 35,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇന്റലക്ട്, IT സെക്ടറിലെ ഇന്റലക്റ്റിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ വോളിയം ലാസ്റ്റ് 10 ഡേയ്സിലെ അപ്പ് വോളിയത്തേക്കാൾ കൂടുതലാണ്. അതുപോലെ IBD റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൺഫേം അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഈ സ്റ്റോക്കിൽ റൗണ്ട് ബോട്ടം പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് വോളിയം ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ മൊമെന്റം ബസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ട് ലെവലായി 1060 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഫാർമ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 22,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സെക്ടറിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. ഇപ്പൊ കറന്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ട്രേഡ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് 61 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലോ മൊമെന്റം ആണ് ഫാർമ സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ലാസ്റ്റ് ഡേ പോസിറ്റീവ് റിസൾട്ട് വന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മിനർവിനി ട്രെൻഡ് സ്കോർ 2/8 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് അതുപോലെ 60 ആണ്. അത് വെരി ലോ ആണ്. കൂടാതെ ലാസ്റ്റ് ഡേ വോളിയം ബേസ്ഡ് സെല്ലിംഗും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ ക്യാൻഡിലിന്റെ ഹൈയിൽ ഒരു മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിലോ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ. ഇനി ഒരു സ്റ്റോക്ക് ന്യൂസ് പങ്കുവെക്കാനുള്ളത് HFCL 157 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് ടെറാസോഫ്റ്റ് ലിമിറ്റഡിൽ നിന്ന് എന്നതാണ്. HFCLന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിലും മിനർവിനി ട്രെൻഡ് സ്കോർ 1/8 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 60 ആണ്. 105 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ HFCLും നമുക്കൊരു നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാം.
ഇനി മികച്ച പാദഫലം പ്രഖ്യാപിച്ച ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് ന്യൂസാണ് പങ്കുവെക്കാനുള്ളത്. കമ്പനിയുടെ ലാഭം 116% അപ്പാണ്. അതുപോലെ വരുമാനം 4.2% മാത്രമേ ഡൗൺ ഉള്ളൂ. ടാറ്റ സ്റ്റീലിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ വോളിയം ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് ടാറ്റ സ്റ്റീൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. അതുകൂടാതെ ബ്രേക്ക്ഔട്ട് ഏരിയ 160 ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലും നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് കൂടുതലുള്ള സെക്ടർ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ആണ്. അതുകൂടാതെ ആ സെക്ടറിലെ സ്റ്റോക്സിലെല്ലാം മൊമെന്റം ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെ ടെക്സ്റ്റൈൽ സെക്ടറിലെ ഫാസ് 3ന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആണ് നടന്നിട്ടുള്ളത്. 573 എന്ന റേഞ്ചിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട് നടന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ ആ ഒരു ഏരിയയിൽ റീടെസ്റ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. കൂടാതെ വോളിയം നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈങ് വോളിയം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് എക്സ്ട്രീംലി ഹൈ ആണ്. സെയിം സെക്ടറിലെ ടെക്സ്റ്റൈൽ സെക്ടറിലെ വെൽസ്പൂൺ ലിവിങ്ങിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ വോളിയം ലാസ്റ്റ് 2 വീക്സിൽ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ബൈയിങ് ഈ ഒരു സെക്ടേഴ്സിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് 985 ആണ്. കറന്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് 38 ആണ്. ഇത് ലാസ്റ്റ് ഡേ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിലും MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അനില. സഫാനാണ് ഡീറ്റെയിൽസ് പങ്കുവച്ചിരുന്നത്. താങ്ക് യു സോ മച്ച് സഫാൻ. ഏതായാലും സർ, സഫാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സെക്ടേഴ്സിലും, അതായത് ഇപ്പോൾ IT ഒക്കെ ഇന്നലെ എടുത്തു പറയേണ്ടതായിരുന്നു. IT-യിലൊക്കെ ഇന്നലെ ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കണ്ടത്. ഏകദേശം ഒരു 6% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു IT ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നിലവിൽ പരിശോധിക്കുകയാണെങ്കിലും ഇന്നലത്തെ ആ ഒരു നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും. വലിയ തോതിൽ ഇടിവൊന്നും ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഇത്രയും ടാരിഫ് ടെൻഷനൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യൻ IT മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഏതായാലും സാർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് അഹല്യ ഫിൻഫോറക്സിന്റെ വൈസ് പ്രസിഡന്റും സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. സർ, ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു സൈഡ് ചാർട്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു എക്സ്ട്രീംലി നേരത്തെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷോർട്ട് കവറിംഗ് റാലിക്കായിരുന്നു വിപണി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്, ആ ഒരു പീക്കിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. 24,731 എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് ടെക്നിക്കലി വിലയിരുത്തുന്നത്? വളരെ ഈ വീക്ക് തുടങ്ങിയത് വളരെയധികം പോസിറ്റീവോടുകൂടി ആണ് നമ്മുടെ ഈ മൂവ്മെന്റ്സ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടും അതേപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ അതിനെ വളരെയധികം ഗിയർ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 25,000 എന്ന നമ്മളെ സൈക്കോളജിക്കൽ ഒരു ബാരിയറിലേക്ക് വന്നതിന് ശേഷം ഒരു റെസ്റ്റിംഗ് പോയിന്റ് എടുക്കുന്നത് അത് ഹെൽത്തിയായിട്ടുള്ള കറക്ഷൻ. കാരണം നമ്മുടെ മാർക്കറ്റ് എപ്പോഴും സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സും കൂടെ ചേർന്നതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നൊക്കെ പറയാം, റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കലി ബ്രീത്തിങ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബ്രീത്തിങ് പോയിന്റ് മാത്രമാണ് ഇന്നത്തെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇത് റീകൂപ്പ് ചെയ്ത് തീർച്ചയായിട്ടും വീണ്ടും റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 25,000 എബോ ഉള്ള ഒരു ട്രേഡിംഗ് ക്ലോസിംഗ് ഒക്കെ വരികയാണെങ്കിൽ അത് പിന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ്സിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും പുതിയ ഫ്രഷ് കൈയിലേക്ക് പോകാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ IT മേഖല, അതേപോലെ തന്നെ ഓട്ടോയിലുള്ള ചില സെക്ടേഴ്സ്, ബാങ്ക്, പ്രത്യേകിച്ച് PSC ബാങ്ക്സ് ഒക്കെ നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ പാർട്ടിസിപ്പൻസ് കൂടി വരുന്നത്, ഒരു മാസ് പാർട്ടിസിപ്പൻസ് നമ്മളുടെ ഇൻഡെക്സിലേക്ക് വരുന്നത് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. 25,000 എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരു റാലിക്ക് സാധ്യതയുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഒരുപാട് മൺസൂൺ പോലുള്ള കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മളൊരു മൺസൂൺ ഡിപ്പെൻഡഡ് എക്കോണമിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റാസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യത. അത് ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ടെക്നിക്കലി ഇപ്പൊ പറയുകയാണെങ്കിൽ 25,250 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വീണ്ടും ഒരു ചെറിയ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്.
ആ റെസിസ്റ്റൻസ് പോയിന്റ് ഈ വീക്കിൽ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കറക്ഷൻ വരികയാണെങ്കിൽ 24,500 നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് സോൺ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 24,500 അടുത്ത് ഒന്ന് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി ഒന്ന് കിടക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഒരു 255 പോയിന്റ്സിന് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. 55,108.55 എന്ന നിലയിൽ ഏകദേശം ഒരു 274 പോയിന്റ്സിന്റെ ഒരു ഇടിവിലേക്ക് കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെയധികം ഏകദേശം ഒരു 1,200-ലധികം പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എല്ലാ ഓഹരികളും ആ ഒരു റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും ഈ ഇടിവിലാണ് എങ്കിൽ പോലും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്ലേയേഴ്സ്, ഇപ്പം കൊട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC പോലെയുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിലാണ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാര്യമായ തോതിൽ നടക്കുന്നത്. അതേസമയം PSU ബാങ്ക് സ്റ്റോക്സിൽ ഒരു ബൈങ് ഇപ്പോഴും കാണുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കറക്റ്റാണ്, ഈ അനാലിസിസ് വളരെ കറക്റ്റാണ്. PSU ബാങ്ക്സില് ആണ്, കാരണം അത് വാല്യുവേഷന്റെ ഒരു പ്ലേ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PSU ബാങ്ക്സിൽ എല്ലാ ബാങ്കുകളിലും ബൈങ് സോണിലേക്ക് വരുന്നു, അതിലേക്ക് ഒരുപാട് ഫണ്ട് ഫ്ലോ വരുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഈ നിഫ്റ്റിയുടെ ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ വായിക്കേണ്ടത്. അടുത്തത് പ്രൈവറ്റ് സെക്ടർ. അത് സ്വാഭാവികമായി വോളറ്റാലിറ്റി, ഈ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിക്ക് വോളറ്റാലിറ്റി നൽകുന്ന ഒരു പ്രത്യേകം ആണ് പ്രൈവറ്റ് ബാങ്ക്സിന്റെ സ്റ്റോക്സിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ വോളറ്റാലിറ്റി നൽകുന്നതിലൂടെയാണ് അതിനെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ മൂവ്മെന്റ്സിൽ ചില വോളറ്റാലിറ്റീസ് ഉണ്ട്, അത് നല്ലതാണ്. അപ്പൊ അത് ചെറിയ ചെറിയ കറക്ഷൻസ്, നമ്മൾ ഇന്നലെ 1000 പോയിന്റ് മുകളിലോട്ട് പോയപ്പോൾ ഒരു ചെറിയ പോയിന്റ്സ് താഴോട്ട് വന്നു. ഇന്ന് 200 അടുത്തുള്ള പോയിന്റ്സ് മാത്രമേ താഴോട്ട് വന്നിട്ടുള്ളൂ. എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ പോയിന്റ് ഒരു 55ലേക്കൊക്കെ, അതായത് ഇനി ഒരു 100-150 പോയിന്റ്സ് കൂടെ താഴോട്ടൊക്കെ വരാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ ഉണ്ട്. അവിടെ നിന്നായിരിക്കും തീർച്ചയായിട്ടും അത് 55,000 എബോ ഉള്ള ഒരു ക്ലോസിംഗ് വളരെ പോസിറ്റീവ് ആണ്. നേരത്തെ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ 56 എബോ പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇന്നലെ 2 ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ അത് പോകുന്നുണ്ട്. വളരെ കൺക്ലൂസീവ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയ ഒരു ക്ലോസിംഗ് അവിടെ കിട്ടുന്നില്ല എന്നതാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫേസ് ചെയ്യുന്ന ഒരു ബാരിയർ എന്ന് പറയുന്നത്. അതൊക്കെ മാറി തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് പോകും. കാരണം ഇന്നലെ പബ്ലിക് സെക്ടർ ബാങ്കിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും നമ്മൾ ബൈങ് ഇൻട്രസ്റ്റ് കണ്ടതാണ്. അത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അത് പുതിയ തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടൊരു കണ്ടന്റിലേക്ക് കൂടി കിടക്കുകയാണ്. പ്രസ്റ്റീജുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷനാണ് എത്തിയിരിക്കുന്നത്. പ്രസ്റ്റീജിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു റാലിയിൽ ഏകദേശം 6% ഒരു മുന്നേറ്റം, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഹൈ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യാനും ഇന്നലത്തെ ഒരു റാലിയിൽ പ്രസ്റ്റീജ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിട്ട് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗ് അറിയിച്ചിരിക്കുന്നത് അവർ ചെന്നൈയിൽ ഒരു പുതിയ പ്രൊജക്റ്റിനുള്ള ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അരിഹൻ ഗ്രൂപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നതെന്നാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചത്. മാത്രമല്ല ഏകദേശം ഒരു കഴിഞ്ഞ ഒരു വീക്കിലും പുതിയതായിട്ട് ഏകദേശം ഒരു 3,000 കോടി രൂപയുടെ ഒരു സെയിൽസ് അച്ചീവ് ചെയ്തു എന്നതടക്കമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു പ്രസ്റ്റീജിന്റെ ഒരു ചാർട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഒരു ബൗൺസ് ബാക്ക് നടത്താനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റീജ് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അത് തന്നെയാണ് നമ്മളുടെ ഈ സ്റ്റോക്സ് ഏപ്രിലിൽ വന്ന ലോയിൽ നിന്ന് തീർച്ചയായും റിക്കവർ ചെയ്യുന്നു. അപ്പൊ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നല്ല ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് ആയിരുന്നു ഈ സ്റ്റോക്സിൽ ഉണ്ടായിരുന്നത്. നമുക്ക് അത് നോക്കിയാൽ കാണാം. ഞാൻ 2000 അടുത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഫോൾ 1300 അടുത്തേക്ക് അല്ലെങ്കിൽ 1300 താഴെയും വളരെ വളരെ കുറെ ദിവസങ്ങളിലായിട്ട് അത് കോൺക്രീറ്റ് ആയിട്ട് അവിടെ സ്റ്റേബിൾ ചെയ്യുന്ന ഒരു ലെവലാണ് കണ്ടത്. അതിനുശേഷം പടിപടിയായിട്ട് എഞ്ചിൻജായിട്ട് അത് മുകളിലോട്ട് വരുന്നു. ആ ഒരു ഇതിന് വോളിയം സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഞാൻ ഈ ചാർട്ടിൽ കാണുന്ന ഒരു പ്രത്യേകത. അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്കത് റീഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം 1400, 1440 എബോ ഒക്കെ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു മൂവ്മെന്റ്സ്, ഇതിനുള്ള പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. പിന്നെ അത് മൂവ് ചെയ്യുന്ന ദിവസങ്ങളിൽ വളരെയധികം വോൾട്ടാലിറ്റിയും ഉണ്ട്. അപ്പൊ ഇത് 2 ഘടകങ്ങൾ കൂടി അതിന് ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് നല്ലൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്സൈഡ് തരുവാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സ് ആണ്. തീർച്ചയായും നമ്മളെ പോലുള്ള ട്രേഡേഴ്സ്
പിന്നെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കണം. അത് വാച്ച് ലിസ്റ്റിൽ വെച്ച് വാച്ച് ചെയ്യുക. 1400, 1440 മുകളിലൊക്കെ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോട്ട് ഓഫ് അപ്സൈഡ് നമ്മളെ കൊണ്ട് 1300 ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും അതിനോടൊപ്പം LICയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടിയാണ് ചോദിക്കുന്നത്. കാരണം LICയെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടൊരു ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. മാർച്ച് മാസത്തിൽ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയതിനു ശേഷം ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്കായിരുന്നു ഓഹരി പോയിട്ടുണ്ടായിരുന്നത്. LICയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി താങ്കൾ കാണുന്നുണ്ടോ? LIC പൊതുവെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. നമ്മൾക്കറിയാം കുറെ കറക്ഷൻസ് വന്നു. അത് കഴിഞ്ഞ് ഒരു 800, 830, 840 ലെവലിൽ എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ. അത് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് നമുക്കത് വിസിബിൾ ആണ് വളരെയധികം. ഈ ഒരു ലെവലിൽ റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്യുകയും ഒരു ആവറേജ് എബോ ആവറേജ് വോളിയത്തിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷൻ ലെവൽ അവിടെ നടന്നു കഴിഞ്ഞു, ഒരു ബേസ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ഈ ചാർട്ടിൽ ഇനി ഒരു ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡ് കഴിഞ്ഞിട്ടാണ് ഒരു ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇനി പോസിറ്റീവ് മൂവ്മെന്റ്സിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സ്പീഡി മൂവ്മെന്റ്സ് ഉള്ളതല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള സ്റ്റോക്സുകളാണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ലോങ് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തൊക്കെ ഇത് നോക്കി വെക്കാവുന്നതാണ്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴൊന്നും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 900 വരെയൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ സ്ലോ മൂവ്മെന്റ്സിൽ റൈഡ് ചെയ്യാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സ് ആണ്. 800 വളരെയധികം കോൺക്രീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്സ് ഉണ്ട്. നമ്മൾ ആ സോണിന്റെ അടുത്ത് നിന്ന് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗൺ സൈഡ് 800 നിയറിലേക്ക് ബൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഔട്ട് സൈഡ് ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. മൂവ്മെന്റും വളരെ സ്ലോ ആണ്. ഇനിയും ഒരുപാട് പാർട്ടിസിപ്പൻസ് ഒക്കെ വരാനുള്ള അല്ലെങ്കിൽ ഒരു മാസ് പാർട്ടിസിപ്പേഷനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സർ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പല റിസൾട്ടുകളും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒരു പക്ഷേ വിപണി ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെതായിരിക്കും. മാർക്കറ്റ് അവേഴ്സിന് ശേഷം വൈകുന്നേരം 6:30 കൂടിയായിരിക്കും റിസൾട്ട് വരിക. ഏതായാലും സർ, ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുക, ഒരു ഡിസംബർ ക്വാർട്ടറിലൊക്കെ ഒരു ഫേവറേറ്റ് ഓട്ടോ സ്റ്റോക്കായിട്ട് നിന്നിരുന്ന ഒരു ഓഹരിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. ഒരുപക്ഷെ ഒരു 1000 രൂപയൊക്കെ മറികടന്ന് കുതിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ടൊരു കറക്ഷൻ, പല തരത്തിലുള്ള അലിഗേഷൻസ് കറക്ഷൻസും ഒക്കെ ഈ ഒരു ഓഹരിയിലും കമ്പനിയെ സംബന്ധിച്ചും വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു Q4നെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? നല്ലതായിരിക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് കേദാർ പ്രഭുവിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് പൊതുവെയുള്ള ഒരു ബ്രോക്കറേജസ് ഈ ടാറ്റ മോട്ടോഴ്സിനെ കവർ ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവരുടെ ഏതാണ്ട് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ റവന്യൂ ഏതാണ്ട് ഫ്ലാറ്റ് ആയിരിക്കും, ബട്ട് പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് താഴേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഒരു വേഴ്സ് കം വേഴ്സ് സിനാരിയോയിൽ ചില ബ്രോക്കറേജസ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 30 to 35%, 36% വരെ മിക്കവാറും നെറ്റ് പ്രോഫിറ്റ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്. അതിൽ കമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ഏതാണ്ട് ഒരു 5% ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ഡിവിഷൻ. പിന്നെ എന്താ പറയുക, ഈ പാസഞ്ചർ വെഹിക്കിൾ ഒരു സിംഗിൾ ഡിജിറ്റ് ഡീഗ്രോത്ത്, അതായത് ഗ്രോത്ത് ഇല്ല, ഒരു സെക്ടറിൽ അവർ ഗ്രോത്ത് പറയുന്നില്ല, ഒരു സിംഗിൾ ഡിജിറ്റ് ഡീഗ്രോത്ത് പാസഞ്ചർ വെഹിക്കിൾസിൽ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് 20% ഡൗൺ ആവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് JLRും അവരുടെ ഫോറിൻ ബിസിനസ്സുകൾ ജാഗൂർ ലാൻഡ് റോവറും ഏതാണ്ട് 3% ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് വരാനുള്ള ചാൻസ് എന്നുള്ളത് പറയുന്നു. എന്നാലും സ്റ്റോക്ക് നമ്മൾ കമ്പാരിറ്റീവ് ബേസിൽ 2 ആഴ്ചയായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ഡിവിഡൻഡ് എക്സ്പെക്ടേഷനും അതുപോലെ ഡീമർജറിന്റെ ഒരു ന്യൂസും അതിന്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് റിസൾട്ടിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഒരു നല്ലതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ബ്രോക്കറേജിന്റെ എക്സ്പെക്ടേഷൻ. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരാവുന്ന ഒരു ചെറിയൊരു ഇമ്പാക്റ്റിനെയും കൂടെ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യം ഒന്ന് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യം പറയില്ല, അവരൊരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ് ഇലക്ട്രിക് വെഹിക്കിൾസിലെ ടാറ്റ നെക്സോൺ. ഇപ്പൊ ഒരു നെക്സോൺ സാധാരണ വെഹിക്കിൾ മേടിക്കാൻ 8 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ ചെലവാക്കുമ്പോൾ അതിന്റെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ മേടിക്കാനായിട്ട് 17 തൊട്ട് 15 ലക്ഷം രൂപ വരെയാണ്. അതായത് 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ സാധാരണ ഒരു ICE വെഹിക്കിൾസിന് വരുമെങ്കിൽ ഏതാണ്ട് ഒരു 40% 50% കൂടുതലാണ് അതിന്റെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ മോഡൽ മേടിക്കാനായിട്ട്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് ഇപ്പൊ നമ്മൾ
പെട്ടെന്ന് കയറി ഗ്രീൻ എനർജി ക്ലീൻ ഫ്യൂൽ എന്നൊക്കെയുള്ള രീതിയിൽ ചാടിക്കയറി നമ്മൾ മേടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതായത് ഒരു സ്കൂൾ ഓഫ് തോട്ട് അനലിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്താ? ഒന്നാമത് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ദാറ്റ് മേക്സ് എ കാർ ഫ്രം എ മെക്കാനിക്കൽ പ്രോഡക്റ്റ് ടു എൻ ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ്, അല്ലെ? മെക്കാനിക്കലിൽ മാറി ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആയിട്ട് മാറി, ഒരു മൊബൈൽ ചാർജ് ചെയ്യും പോലെ ആയി ഇപ്പോൾ ഒരു കാർ എന്ന് പറയുന്നത്. അപ്പൊ ആ കാറിൽ ഈ പറയുന്ന പോലെ ബാറ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ആ ബാറ്ററിയിൽ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ആണ് ലോകത്ത് നടക്കുന്നത്. അപ്പൊ 6 മാസം കൂടുമ്പോൾ തന്നെ ഈ ബാറ്ററിയുടെ കമ്പോസിഷൻ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ വെഹിക്കിൾ ഉണ്ട്, പുതിയ മോഡൽസ് വരുമ്പോൾ, പുതിയ ബാറ്ററി മോഡൽസ് വരുമ്പോൾ ഈ പഴയ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരു റീസെയിൽ വാല്യൂ കിട്ടൂലേ എന്ന് ഒരു വേറൊരു സ്കൂൾ ഓഫ് തോട്ടിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി മോണിറ്ററി ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് അവർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ 9 ലക്ഷം തൊട്ട് 10 ലക്ഷം വെച്ചിട്ട് അവരൊരു ICV വെഹിക്കിൾ മേടിക്കുമ്പോൾ അതേ മോഡലിന്റെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേടിക്കാനായിട്ട് നിങ്ങൾ 15 ലക്ഷവും 17 ലക്ഷം കൊടുക്കുമ്പോൾ ആ വരുന്ന 5 ലക്ഷം രൂപ ഡിഫറൻസ് പോരെ നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ ആ ഒരു കാറിന്റെ ലൈഫ് ടൈമിൽ എന്ന് ചോദിക്കുന്ന റീസെയിൽ വാല്യൂവും കിട്ടും എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു വേറൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അപ്പൊ ഇത് പൊതുവെ ടാറ്റ മോട്ടോഴ്സിനെ അഫക്ട് ചെയ്യുന്നു. ബട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താതെ പറ്റില്ല, നമ്മൾ അതിന്റെ ഏത് അംബ്രലയിൽ കാണണമെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര നല്ല റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ഒരു അപ്ഗ്രഡേഷൻ ആ സ്റ്റോക്കിനും കിട്ടിയിട്ടുണ്ട്, അല്ലെ? മഹീന്ദ്ര നല്ല വേൾഡ് ക്ലാസ് വെഹിക്കിൾസ് ആണ് അവർ കൊണ്ടുവന്നത്. അടുത്ത കാലത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിസിഷൻ എങ്കിൽ ഇന്ത്യയും UK തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് പോയ കാര്യം നമുക്കറിയാലോ. അതിനെ ബേസ് ചെയ്ത് 2 കാര്യങ്ങളാണ് അതിന്റെ ഔട്ട്കം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വന്നത്. ഒന്നാമത്തെ നല്ല കാര്യം വെച്ചാൽ ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള കാറുകൾക്ക് ഇനിയിപ്പോ UK ഒരു മാർക്കറ്റായിട്ട് മാറാം. അപ്പൊ ഈ മഹീന്ദ്ര പോലുള്ള കമ്പനികൾക്ക് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് BYDയോട് കിടപിടിക്കുന്ന, അതായത് ടെസ്ലയ്ക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന മോഡൽസിനൊക്കെ ഈ പറയുന്ന പോലെ മഹീന്ദ്ര വെഹിക്കിൾസിന് UK അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾക്കും ഇതേപോലെ ഒരു പുതിയ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ആ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം വെച്ചാൽ UK ലക്ഷറി കാസിന് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് 100% 10% ആയിട്ട് കുറച്ചു എന്നുള്ള. ഇത് വരുന്നത് കൊണ്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാല് ടാറ്റ മോട്ടോഴ്സിന്റെ സബ്സിഡറിയായ JLRലെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് നമ്മൾ വഴി കാണുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ്, മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ഡിഫൻഡർ, ആ ഒരു വണ്ടിയുടെ ഒരു ആവറേജ് വില 1.2 crore ഇന്ത്യൻ റുപ്പിയാണ്. ഈ ഇന്ത്യ UK ട്രേഡ് എഗ്രിമെന്റ് വരുന്നതോടുകൂടി അത് ഏതാണ്ട് 75 മുതൽ 80 ലക്ഷത്തിന് കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഒരു ടയോട്ട ഫോർച്യൂണറിന് കൊടുക്കണം 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഡിഫൻഡർ പോലത്തെ ഒരു വെഹിക്കിൾ 75 ലക്ഷത്തിനും 80 ലക്ഷത്തിനും കിട്ടണം എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല JLRന്റെ പല മോഡൽസും, റേഞ്ച് റോവർ, ലാൻഡ് റോവർ കാറ്റഗറിയിലുള്ള പല മോഡൽസും ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യണമെന്നുള്ള. അപ്പൊ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ട് കിട്ടാവുന്ന ആ ഡ്യൂട്ടിയിലുള്ള ആ ഒരു കുറവും ഇന്ത്യൻ അസംബ്ലി യൂണിറ്റും എല്ലാം കൂടെ വരുമ്പോൾ ജാഗ്വർ ലാൻഡ് റോവറിന്റെ F-Pace പോലെ, അല്ലെങ്കിൽ ലാൻഡ് റോവർ പോലെ, ഡിഫൻഡർ പോലെ, റേഞ്ച് റോവർ പോലത്തെ കാറുകൾ വളരെ വില കുറഞ്ഞ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സെയിൽസ് ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്തേക്കാം. ഏത് പോയിന്റ് ഓഫ് വ്യൂല്? ഒന്നാമത് ടാറ്റ മോട്ടോഴ്സ് ഇപ്പൊ ഡീമർജർ പറഞ്ഞിരിക്കുകയാണ്. അതായത് അവരുടെ കമേഴ്സ്യൽ വെഹിക്കിൾ, ലോറിയും ട്രക്കും മിനി വാനും എല്ലാം കൂടെ ഒരു കമ്പനിയിലേക്ക് അവർ മാറ്റുമെന്നും മറ്റേത് കംപ്ലീറ്റ് പാസഞ്ചർ വെഹിക്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസും പിന്നെ ഓൾ അതർ പാസഞ്ചർ വെഹിക്കിൾസും JLR കൂടെ വേറൊരു ഡിവിഷനിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഈ രണ്ടിന്റെ ഡീമർജറിൽ തന്നെ ഒരുപാട് വാല്യൂ അൺലോക്ക് ചെയ്യും. ടാറ്റ മോട്ടോഴ്സിന് ഹോൾഡിംഗ് കമ്പനി ഡിസ്കൗണ്ട് മാറും. രണ്ടിനും സെപ്പറേറ്റ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആക്കി സെപ്പറേറ്റ് ആയിട്ടുള്ള CEOs വരും, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അലോക്കേഷൻ വരും, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോക്കസും വരും. അത് മാത്രമല്ല പാസഞ്ചർ വെഹിക്കിൾസിന്റെ കീഴിലുള്ള ഈ പറഞ്ഞ പോലെ ജാഗ്വർ ലാൻഡ് റോവറിന് ഇന്ത്യൻ മാർക്കറ്റിൽ എന്റെ ഒരു വിശ്വാസം അനുസരിച്ച് വളരെ ഫാബുലസ് സെയിൽസ് നടക്കും എന്നുള്ളതാണ്. That makes Tata Motors an attractive business, especially its passenger segment compared to Mahindra. മഹീന്ദ്രയ്ക്ക് അവിടെ പറയുന്ന പോലെ ഇവിടെ ഓഫ് കോഴ്സ് അവരുടെ ഒരു ടെറിട്ടറി അവർ നിലനിർത്തുകയും താറിന്റെ പുതിയ മോഡൽസ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ മഹീന്ദ്രയെ മോശമാണെന്നുള്ള കൺസിഡറേഷനിൽ അല്ല പറയുന്നത്. ബട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ ഡിവിഷൻ അത് മാത്രമല്ല കേട്ടോ, താറിന് ഈ പറയുന്ന മഹീന്ദ്രയ്ക്കും ഈ പറഞ്ഞ പോലെ UK ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരും. ഇനി വരാൻ പോകുന്ന ട്രേഡ് ഡീൽ ചിലപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഈ കമ്പനീസിനൊക്കെ നല്ല രീതിയിൽ, മഹീന്ദ്രയ്ക്കൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യും. ബട്ട് ഈവൻ ദെൻ മഹീന്ദ്ര ഒട്ടും മോശമായിട്ടുള്ള കമ്പനിയല്ല, വളരെ ക്ലാസും വളരെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷനും ഒക്കെ ഉള്ള കമ്പനിയാണ്. ബട്ട് ഈവൻ ദെൻ ടാറ്റയുടെ പാസഞ്ചർ ഡിവിഷന് ഇതൊരു ടെയിൽ വിൻഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ആ ബിസിനസ് ആഫ്റ്റർ ഡീമർജർ മേ ബി എ ഫാബുലസ് ബിസിനസ് ആൻഡ് എ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു.
ടാറ്റ പേര് തന്നെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് Of വലിയ course, yes. തോതിലൊരു ഗുണം ചെയ്യും Of തോന്നുന്നു. course. സാർ ഏതായാലും അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അനീഷ് സാറിലേക്ക് വരികയാണെങ്കിൽ സാർ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വരാനിരിക്കുകയാണ്. അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് അല്ല നിലവിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സിൽ വരുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നല്ല പറഞ്ഞതുപോലെ എല്ലാ നെഗറ്റീവ്സും അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ചാർട്ടിൽ റിഫ്ലക്റ്റഡ് ആണ്. ഞാനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ എല്ലാ റിസർച്ച് ഹൗസുകളും പറഞ്ഞതാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അത് ഈ ടോപ്പിക് സംസാരിക്കുമ്പോൾ തന്നെ ഇന്ന് വരാനിരിക്കുന്ന റിസൾട്ടില് അല്ലെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് പ്രൈസിലൊക്കെ വളരെയധികം റിസ്ക് ഇൻവോൾവ് ആണ്. ബട്ട് ഇതെല്ലാം നമ്മള് വളരെ നമ്മളുടെ വ്യൂവേഴ്സിനെ കോൺഷ്യസ് ആക്കിക്കൊണ്ട് ഇതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് ഒരു കോൺഷ്യസ് ആയിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാർട്ടിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ചാർട്ടിൽ ഇത് ആൾറെഡി റിഫ്ലക്ട് ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ ഡീമർജർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത് സുരജിത് പറഞ്ഞതുപോലെ വളരെ ഒരു ടെയിൽ വിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇതെല്ലാം തന്നെ ചാർട്ടിൽ വളരെയധികം വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. ആ ചാർട്ട് റിഫ്ലക്ട് ആയിരുന്നത് ഏതാണ്ട് 1000 ലെവലിൽ നിന്ന് ചാർട്ട് ഡൗൺ സൈഡിൽ വന്ന് 600ലേക്ക് വന്നിട്ട് തിരിച്ചൊരു റിക്കവറി, വീണ്ടും സ്പീഡിലായിട്ടുള്ള റിക്കവറിയാണ്. കാരണം സാധാരണ കൺസോൾട്ടേഷനെ കഴിഞ്ഞ ഒരു സ്ലോ മൂവ്മെന്റ്സ് ആണ് സാധാരണ കാണുന്നത്. ബട്ട് ഇവിടെ ഒരു ചെറിയ സ്പീഡായിട്ടുള്ള റിക്കവറിക്ക് സാധ്യത ഉണ്ടായിരുന്നു. അത് ഈ കോർപ്പറേറ്റ് ആക്ഷൻസ് വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഒരു 650 എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ആണ്. 630 ആണ് ആക്ച്വലി നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സോൺ. ഈ 650യുടെ അടുത്ത് വരികയാണെങ്കിൽ, എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ റീഡ് ചെയ്യാതെ അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെന്റം ഇനി ഉണ്ട് എന്നുള്ള ഒരു അസംഷനിൽ മുന്നോട്ട് പോകാം. അപ്പൊ 650യുടെ അടുത്ത് ഈ സ്റ്റോക്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യാവുന്നതാണ്. ഡിമർജർ അതേപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഈ ന്യൂസുകൾ, UK ട്രേഡ്, അതേപോലെ തന്നെ മൺസൂൺ, ഇതൊക്കെ തന്നെയാണ് നമ്മളെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യം. ഇങ്ങനെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ ചാർട്ടിൽ ഞാൻ കാണുന്ന സപ്പോർട്ട് സോൺ 630 ആണ്. അതിനുശേഷം എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ 650യുടെ അടുത്തൊരു ബൈങ് സോൺ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് അത് പോസിറ്റീവായിട്ട് മൊമെന്റം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 840 വരെയുള്ള പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഷോർട്ട് ടൈം വ്യൂവിൽ ഈ ചാർട്ടിൽ കാണുന്നത്. പിന്നെ വോളിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വോളിയം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല, ഹെവി ഇംപ്രൂവ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. എബോ ആവറേജ് വോളിയം അല്ല, ഹെവി ഇംപ്രൂവ്മെന്റ്സ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു നേരത്തെ. ഇത് എല്ലാ നെഗറ്റീവ്സും പ്ലേ ചെയ്തു. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ ന്യൂസ് വന്നത്, നമ്മുടെ ഡിമർജറിന്റെ ന്യൂസ് വന്നതാണ് ഈ ഒരു ഹെവി വോളിയത്തിനുള്ള കാരണം. അപ്പൊ അത് റീറ്റെയിലേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോവർ ലെവലിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആയി മാറും നമ്മുടെ ടാറ്റ. സൂരജ് സാറിലേക്ക് വരികയാണെങ്കിൽ സാർ, ഈ ഒരു ഓട്ടോ സെക്ടറിൽ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതെങ്കിലും ഉണ്ടോ? അല്ല, നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സ് പരിപാടിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ബിസിനസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിന് കാണുകയാണെങ്കിൽ നമ്മൾ അതിനൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും ഇൻവെസ്റ്റേഴ്സിനും മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. ഇന്നലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫാബുലസ് മൺഡേ ആയിരുന്നു അല്ലെ. സാധാരണ എപ്പോഴും ബ്ലാക്ക് മൺഡേ എന്ന് മാത്രം പറഞ്ഞിരുന്നത് നമ്മുടെ മുന്നിലേക്ക് ഒരു ഫാബുലസ് മൺഡേ നമ്മുടെ മുന്നിലേക്ക് കിട്ടി. പല സ്റ്റോക്കും കയറി. അതിലൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ആ ഫോഴ്സ് മോട്ടോഴ്സ് ഇന്നലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 9,000 ചിലവാനത്ത് 10,000 രൂപ എന്ന് പറയുന്ന സ്റ്റോക്ക് പ്രൈസിലേക്ക് പോയി. 10,000 രൂപ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫേസ് വാല്യൂ 10 ആണ് കേട്ടോ. ഫേസ് വാല്യൂ 10 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ് 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന കമ്പനി ഏതാണ്ട് 14,000 കോടി മാർക്കറ്റ് ക്യാപ്പിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. കോവിഡ് സമയത്ത് ഏതാണ്ട് 890 റുപ്പീസിന്റെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 10,000 രൂപ ആവുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10 ടൈംസ് ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ സംഭവിച്ചേക്കുന്നത് എന്നുള്ള. ആ ഫോഴ്സ് മോട്ടോഴ്സിനെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് കാണുന്നത്? അതായത് ഒരു ഓട്ടോമൊബൈൽ സെക്ടറിന്റെ കീഴിലാണ് അത് കാണുന്നത് അല്ലെ. ഒരു കണക്കിന് അത് ശരിയാണ്. കാര്യം അത് ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് അതിന്റെ 3 സെഗ്മെന്റിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഗൂർഖ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഓഫ് റോഡർ SUV ആണ്. ആ ഗൂർഖ ഫോഴ്സ് മോട്ടോഴ്സിന് ഭയങ്കര വലിയ സെയിൽസ് ഒന്നും ഉണ്ടാക്കാറില്ല. കാര്യം അവർ കിടക്കുന്ന ആ സെഗ്മെന്റിലെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജയന്റ് ആയ താറാണ്. ഈ താറായിട്ടാണ് അവർ
കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഗോർക്കയ്ക്ക് ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അവിടെ കിട്ടിയിട്ടില്ല. അതുകൂടാതെ തന്നെ മാരുതി സുസുക്കിയുടെ ജിമിനി ഉണ്ട്, പിന്നെ ടൊയോട്ടയുടെ ഹൈലക്സ് ഉണ്ട്, ഇസൂസുവിന്റെ വി ക്രോസ് ഉണ്ട്. അപ്പൊ ഈ സെഗ്മെന്റ് അങ്ങനെ പോപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഗോർക്കയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ആ ആംഗിളിൽ കൂടി നോക്കുമ്പോഴും ഈ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ സ്റ്റോക്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെയുള്ള ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഫോഴ്സ് മോട്ടോഴ്സിന് കാണുന്നത്. അതായത് നമ്മൾ ഈ വഴിയിൽ കാണുന്ന BMW അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസിന്റെ ഒക്കെ എഞ്ചിൻസ് ആരുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഈ എഞ്ചിൻസും അതിന്റെ അഗ്രിഗേറ്റ്സും ഉണ്ടാക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സാണ്. നിങ്ങളുടെ വഴി കാണുന്ന ബെൻസിന്റെ C ക്ലാസ്, E ക്ലാസ്, S ക്ലാസ്, GLC, GLA, GLS, GLA ഇതിന്റെയൊക്കെ എഞ്ചിൻസ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പോലെ ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. അതുകൂടാതെ BMW പാസഞ്ചർ വെഹിക്കിൾസ് ആയ ഈ 3 സീരീസ്, 7 സീരീസ്, 5 സീരീസ്, X1, X3 ഒക്കെ ഈ പറയുന്ന പോലെ XG ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പോലെ എന്താ പറയാ നമ്മുടെ ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. അത് മാത്രമല്ല റോൾസ് റോയ്സിന് വേണ്ടി ഇൻഡസ്ട്രിയൽ എഞ്ചിൻസും ഉണ്ടാക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. അവിടെ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ടച്ച് ചെയ്തിട്ടില്ല. അതായത് കോമ്പറ്റീറ്റേഴ്സിന് കുമിൻസ് ഇന്ത്യ, കിർലോസ്കർ, ഗ്രീവ്സ്, അതായത് മറ്റുള്ള എഞ്ചിൻ മേക്കേഴ്സ് എന്നാണ് പറയുന്നത്. അത് ജനറേറ്റർ മേക്കേഴ്സും കൂടെയാണ് ശരിക്കും. എന്നാലും ഈ പ്രീമിയം വെഹിക്കിൾസിന് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു കോമ്പറ്റീറ്റർ ഇല്ല. ബട്ട് ഇതിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ഏതെന്നറിയോ? നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു എന്നറിയില്ല. അവിടെയാണ് ഈ സ്റ്റോക്ക് വെറും ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാറി ഒരു ഹോസ്പിറ്റൽ സെക്ടർ, അതായത് ഒരു ക്വാസി ഹോസ്പിറ്റൽ സെക്ടർ, ക്വാസി എഡ്യൂക്കേഷണൽ സെക്ടർ, ക്വാസി ടൂറിസം സെക്ടർ, ക്വാസി ഹോട്ടൽ സെക്ടർ, അതായത് ഈ ആംഗിളിൽ കൂടിയൊക്കെ ഫോഴ്സ് മോട്ടോറിനെ കാണാൻ വെറും ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്ക് ആയിട്ട് മാത്രം കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ട്രാവലർ ആൻഡ് ട്രാക്സ്, അതിന് ട്രാക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാതിരി ടെമ്പോ ട്രാവലർ. നമ്മൾ ഈ വഴി കാണുന്ന ടെമ്പോ ട്രാവലറിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്ററും ഇല്ല എന്നുള്ള. ഇപ്പൊ ട്രാക്സിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഈ പറയുന്ന പോലെ വിങ്ങർ വരുന്നുണ്ട്, മാജിക് വരുന്നുണ്ട്, എയ്സ് വരുന്നുണ്ട്, M&Mന്റെ തന്നെ സുപ്രോ, ബൊലേറോ എന്നൊക്കെ പറഞ്ഞിട്ട് ജീത്ത് എന്നൊക്കെ പറഞ്ഞ പ്രോഡക്ട്സ് ഉണ്ട്. അശോക് ലേലാൻഡ് ദോസ്ത്, ബഡാ ദോസ്ത് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. മാരുതിക്ക് ഈക്കോ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ബട്ട് ട്രാവലർ എന്ന് പറയുന്നത് വളരെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു നിഷ് സെഗ്മെന്റ് ആണ്. ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഇനി ട്രാവലും ടൂറിസം അധികം ഉണ്ടാവില്ല, ഹോസ്പിറ്റൽസിൽ മറ്റേ എന്താ പറയുക ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് 890-നും 900-നും ഒക്കെ ട്രേഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള റിവഞ്ച് ടൂറിസം വന്നു. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്യാനുള്ള വില എന്താണെന്നും അതിന്റെ ഡിമാൻഡ് എന്താണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അതൊരു ക്ലാസ് സ്റ്റോക്ക് ആയിട്ട്, അതായത് ക്ലാസ് ഡിവിഷൻ ആയിട്ട് ഫോഴ്സ് മോട്ടോഴ്സിന്റെ മാറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ട് ലൈറ്റിലേക്ക് ഈ ഒരു ബിസിനസിനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ സാർ, ഏതായാലും നമ്മളുടെ സമയം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം വൈൻഡപ്പ് ഉള്ള ഒരു സമയമായിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്നിരുന്ന അനീഷ് സാറിനും നന്ദി അറിയിക്കുകയാണ്. സുരേഷ് സാർ, ഏതായാലും ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഓപ്പണിംഗ് അവേഴ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്സും ഒപ്പം തന്നെ കൂടുതൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സും മറ്റ് ഫാക്ട്സും ഒക്കെ ആയിട്ട് നാളെ രാവിലെ 9:30 വീണ്ടും ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.